ടു മച്ച് ബിസി ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിനെ ഓർക്കുമ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ പോലും വേസ്റ്റ് ആക്കാതെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ 4 ദിവസമൊക്കെ കടന്നു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ 4 ദിവസം കടന്നു പോയത് 4ാമത്തെ ദിവസത്തിന് മുന്നേ എന്താ ചോദിച്ചാൽ അത് നന്നായി കടന്നുപോയി എന്നുള്ള കാര്യം അറിയാം. ഇൻ ജനറൽ കാര്യങ്ങൾ അറിയാം, സ്പെഷ്യലൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ചില മൊമെൻറ്റ്സ്, ചില കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ആ നോട്ട് ചെയ്ത് വെച്ചതായിട്ട് ഡയറി നോക്കിയാൽ എഗെയിൻ അതേപോലെ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒരു ജീവിത കഥ എഴുതാൻ വേണ്ടി, ആത്മകഥ എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കും നമ്മുടെ അനുഭവങ്ങളെ പങ്കുവെക്കാൻ വേണ്ടി ഒക്കെ നമ്മളെ സഹായിക്കാനായിട്ട് ഈ കൊച്ചു നോട്ട്സ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളടുത്തൊരു ഡയറിയും പെണ്ണെന്ന് പറയാൻ കാരണം. അത് കമ്പ്യൂട്ടറിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും ഒക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതങ്ങ് പോകുമല്ലോ. അതേ സമയത്ത് നമ്മളതിനെ സേവ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണെങ്കിൽ അത് എപ്പോഴും നമുക്ക് സഹായകമാണ്. മാത്രമല്ല രാത്രിയിൽ നമുക്കൊന്ന് നോക്കാൻ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ അതിനുള്ളതായിട്ടുള്ള സപ്പോർട്ടും നമുക്കത് കിട്ടും. നമ്മളെ പരിശോധിക്കാനും നമ്മളെ പരിശോധിച്ച ശേഷം ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു സൊല്യൂഷൻ കാണാനും, അഥവാ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ പിറ്റേ ദിവസം പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഒരു ചെറിയ നോട്ട് ബുക്ക്, ഒരു ചെറിയ ഡയറി നിങ്ങളുടെ ബാഗിലോ പോക്കറ്റിലോ സൂക്ഷിക്കുക. അതിൽ നമുക്ക് ഓർമ്മ വരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുക. അന്നത്തെ ടു ഡു ലിസ്റ്റുകളെല്ലാം അതിൽ കൊച്ചായിട്ട് ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ മറക്കൂ എന്നൊരു വിചാരം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരുമ്പോൾ തന്നെ മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ആളുകളല്ലേ. അപ്പം മറക്കൂ എന്നുള്ള വിചാരം വരുമ്പോൾ ഉള്ളിനുള്ളിൽ എവിടെയോ ഒരു ഭയം വരും, ഞാൻ മറന്നേക്കാം. ആ മറന്നേക്കാം എന്നുള്ള കാര്യം തന്നെ നമ്മളെ കൊണ്ട് മറപ്പിക്കുകയും ചെയ്യും. അതേസമയം നമ്മുടെ കയ്യിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ മറക്കില്ല എന്നുള്ളതായിട്ടുള്ള കോൺഫിഡൻസ് എനിക്ക് പലപ്പോഴും അതും അനുഭവമായിട്ടുണ്ട്. മറക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മറക്കുകയില്ല. അതേസമയം തന്നെ പലപ്പോഴും നമ്മളത് ഓർത്തോളാം എന്ന് വിചാരിച്ച് എഴുതി വെച്ചിട്ട് പല